ഞാൻ 2 കോൺസെപ്റ്റ്സ് പറയട്ടെ. അതിൻ്റെ വ്യത്യാസം എന്താ നിങ്ങൾക്ക് പറയണം. ഒന്ന് ലാംഗ്വേജ് കോമ്പിറ്റൻസ്, മറ്റേത് ലാംഗ്വേജ് പ്രസ്റ്റീജ്. കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും രണ്ടാണ്. അതായത് കോമ്പിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഭാഷ സംസാരിക്കാനുള്ള കഴിവ്. ലാംഗ്വേജ് കോമ്പിറ്റൻസസ് ഒരു ഭാഷ സംസാരിക്കാനുള്ള കഴിവ്. നിങ്ങൾക്കൊരു ഭാഷ നന്നായിട്ട് സംസാരിക്കാൻ മാത്രമല്ല, എഴുതുക, വായിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയുക, ഇതൊക്കെ കംസ് അണ്ടർ ലാംഗ്വേജ് കോമ്പിറ്റൻസ്. ലാംഗ്വേജ് പ്രസ്റ്റീജ് എന്താ? പ്രസ്റ്റീജ് എന്ന് പറഞ്ഞാൽ സംസാരിക്കുമ്പോൾ നമുക്കൊരു ഒരു അന്തസ് തോന്നും, അല്ലെങ്കിൽ ഇതൊരു പ്രസ്റ്റീജ് ഷൂസ് ആണെന്ന് തോന്നും, അങ്ങനത്തെ. അപ്പൊ രണ്ടാണെന്ന് നമുക്കറിയാം. ലാംഗ്വേജ് പ്രസ്റ്റീജ് എന്ന് പറഞ്ഞാൽ ഒരു ഭാഷയോട് നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന ഒരു സോഷ്യൽ വാല്യൂ. ഓക്കെ, ഈ ഭാഷ സംസാരിച്ചാൽ ഈ ഒരു വാല്യൂ, അങ്ങനെ. അതായത് ആ സംസാരിക്കുന്നവരെ പറ്റി നമ്മൾ ഉണ്ടാക്കുന്ന ചില അസംഷൻസ്, അതാണ് ലാംഗ്വേജ് പ്രസ്റ്റീജ്. ലാംഗ്വേജ് കോമ്പിറ്റൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഭാഷ അവർക്ക് സംസാരിക്കാൻ കഴിവുണ്ടോ, ഇത് രണ്ടാണ്. പക്ഷെ ഇത് രണ്ടും ചില സമയങ്ങളിൽ നമ്മൾ ഒന്നാക്കി നോക്കും. അതായത് നമ്മുടെ നാട്ടിൽ നമ്മൾ ഇംഗ്ലീഷ് എടുക്കുവാണെങ്കിൽ, ഒരു കൊച്ച് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ LKG തൊട്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിക്കുന്നത്. LKG തൊട്ട് 12th വരെ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചതെന്ന് വെച്ചോ. അവർ പഠിക്കുന്ന എല്ലാ കാര്യവും, സയൻസ് കുഞ്ഞിലൊക്കെ EVS, പിന്നെ സയൻസ്, ഹിസ്റ്ററി, സിവിക്സ്, പൊളിറ്റിക്സ്, മാത്ത്, എന്തവർ പഠിച്ചാലും അവർ ഇംഗ്ലീഷിലാണ് പഠിക്കുന്നത്, അല്ലേ? എന്നിട്ട് അപ്പോൾ അവര് നോളജ് സ്റ്റോർ ചെയ്യുന്നതും അവർ ഓരോ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതും അവർ ചിന്തിക്കുന്നത് പോലും ഇംഗ്ലീഷിലാണ്. എനിക്ക് തോന്നുന്നു പൃഥ്വിരാജിന്റെ ആണെന്ന് തോന്നുന്നു, ആരുടെയോ ഒരാളുടെ ഇന്റർവ്യൂ ഞാൻ പണ്ട് കണ്ട എനിക്ക് ഓർമ്മയുണ്ട്. ദേ തിങ്ക് ഇൻ ഇംഗ്ലീഷ് എന്ന്. കാരണം നമ്മളെ ചിന്തിക്കാൻ പഠിപ്പിച്ചത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ ഇംഗ്ലീഷിലാണല്ലോ, അല്ലേ? അപ്പൊ നമ്മളൊരു CBSE ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ച ഒരു കൊച്ചിനോട് പോയി ഗ്ലോബലൈസേഷനോ അല്ലെങ്കിൽ ഇൻഫ്ലേഷനോ ക്ലൈമറ്റ് ചേഞ്ച് അങ്ങനെ എന്തോ വലിയൊരു ടോപ്പിക് കൊടുത്തിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കൂ എന്ന് പറഞ്ഞാൽ, മലയാളത്തിൽ സംസാരിക്കൂ എന്ന് പറഞ്ഞാൽ ആ കൊച്ചു സംസാരിക്കാൻ പറ്റത്തില്ല. കാരണം ഇനി അഥവാ ഇതുപോലുമല്ല, വളരെ സിമ്പിൾ ആയ ഒരു ടോപ്പിക് കൊടുത്തിട്ട് മലയാളത്തിൽ സംസാരിക്കാൻ പറഞ്ഞ, അല്ലെങ്കിൽ ഒരു തിങ്ക് ചെയ്യുന്ന ഒരു ടോപ്പിക് കൊടുത്തിട്ട്, സംഭവം സിമ്പിളാ, പക്ഷെ ഒരു ആലോചിച്ച് പറയേണ്ട ഒരു ടോപ്പിക് ആണെങ്കിൽ മോസ്റ്റ് പ്രോബ്ലി അവര് ഇംഗ്ലീഷിലായിരിക്കും സംസാരിക്കുക. കാരണം ഒന്ന്, അവർക്ക് ചിലപ്പോൾ ഇതിന്റെ വാക്കുകൾ അറിയുമായിരിക്കും. രണ്ട്, ഇവരെ കുഞ്ഞിലെ തൊട്ടേ ചിന്തിച്ച് എഴുതി എന്നതൊക്കെ ഇംഗ്ലീഷിലാണ്, അല്ലേ? അപ്പോ ദ നോളജ് ഇസ് എൻകോഡഡ് ഇൻ ഇംഗ്ലീഷ്, കറക്റ്റ്? അപ്പോൾ അവർക്ക് അത് എക്സ്പ്രസ് ചെയ്യാൻ ഇംഗ്ലീഷിൽ മാത്രമേ അറിയത്തുള്ളൂ. സോ ഇതിന്റെ ഓപ്പോസിറ്റ് ചിലപ്പോൾ ട്രൂ ആയിരിക്കും. മലയാളം മീഡിയത്തിൽ തന്നെ പഠിച്ച ഒരു കുട്ടിയോട് ഒരു കാര്യം ഇംഗ്ലീഷിൽ പറയാൻ പറഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ പറയാൻ പറ്റിയെന്ന് വരത്തില്ല. കാരണം അവർ ഇതിനൊക്കെ പഠിച്ച വാക്കുകൾ മലയാളത്തിലാണ്, അവർ ഇത്രയും നാളെ എഴുതിയത് മലയാളത്തിലാണ്, അവരോട് ടീച്ചേഴ്സ് മിണ്ടിയത് മലയാളത്തിലാണ്, ഇതെല്ലാം മലയാളത്തിലാണ്. അപ്പോൾ അവർക്കത് ഇംഗ്ലീഷിൽ പറയാൻ പറ്റിയെന്ന് വരത്തില്ല. അതുപോലെ തന്നെയാണ് ഈ CBSE പഠിച്ച പിള്ളേർ, അല്ലെങ്കിൽ CBSEയോ ICSE ഏതേലും ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച പിള്ളേർക്കും ഇത് തന്നെയാണ് പ്രശ്നം. പക്ഷേ ഇതൊരു പ്രശ്നമാവുന്നത് നമ്മളിപ്പം പൊതുവെ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഒരാൾക്ക് എസ്പെഷ്യലി ഇങ്ങനെ ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ പഠിച്ച് വരുന്ന പിള്ളേർ, അവർക്ക് മര്യാദയ്ക്ക് മലയാളത്തിൽ സംസാരിക്കാൻ പറ്റത്തില്ലെങ്കിൽ നമുക്ക് പൊതുവെ ഒരു പുച്ഛം, ഈ ഒരു പുച്ഛം മാത്രമല്ല, നമുക്കൊരു ഇവർക്ക് എന്താണ് ഇത്ര അഹങ്കാരം, ഇവർ നാട്ടിൽ ജനിച്ച് വളർന്നു, ചുറ്റുമുള്ളവരെല്ലാവരും മലയാളത്തിലാണ് സംസാരിക്കുന്നത്, ഇവർക്ക് എന്തുകൊണ്ട് മലയാളത്തിൽ സംസാരിച്ചുകൂടാ എന്നൊരു ചോദ്യം വരും. ഇവരെന്താണ് മലയാളം പഠിക്കാത്ത എന്നൊരു ചോദ്യം. അപ്പം അതിനെപ്പറ്റി ഞാൻ ആലോചിച്ച് വന്നപ്പോഴാണ് ഈ ഒരു ടോപ്പിക്കിൽ ഞാൻ എത്തിയത്. അതായത് ഒരു ഭാഷ അറിയാവുന്നതും ഒരു ഭാഷയിൽ കോമ്പിറ്റന്റ് ആവുന്നതും ഒരു ഭാഷയിൽ ഒരു പ്രസ്റ്റീജ് കാണുന്നതും രണ്ടാണ്. നമ്മൾ കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല. ഐ ജെന്യുവൻലി തിങ്ക് കുറേ കുട്ടികൾക്ക് അവരെ മലയാളത്തിൽ ആരും ചിന്തിക്കാൻ പഠിപ്പിച്ചിട്ടില്ല. അവര് നമ്മുടെ നാട്ടിൽ ഇത്രയും ഇംഗ്ലീഷ് മീഡിയം സ്കൂൾസ് ഉണ്ട്, ആൻഡ് എത്ര ഇംഗ്ലീഷ് മീഡിയം സ്കൂൾസിനാണ് ഫൈൻ ഉള്ളത്, ദാറ്റ് നിങ്ങൾ മലയാളത്തിൽ സംസാരിച്ചാൽ ഇത്ര രൂപ കൊടുക്കണം. പിള്ളേരെ നമ്മളെ കുഞ്ഞിലെ തൊട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാവൂ. സ്കൂളിൽ ചെല്ലുമ്പോൾ, അതായത് സ്കൂളിൽ അവർ ഇത്രയും മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നു, അവരെല്ലാ സബ്ജക്റ്റും പഠിക്കുന്നത് ഇംഗ്ലീഷിൽ, അവരെ ടീച്ചേഴ്സിനോടും ഫ്രണ്ട്സിനോടും എല്ലാം സംസാരിക്കുന്നത് ഇംഗ്ലീഷിൽ, അവര് ഡിബേറ്റ് ചെയ്യുന്ന ഇംഗ്ലീഷിൽ, പ്രസന്റ് ചെയ്യുന്ന ഇംഗ്ലീഷിൽ, അവര് എല്ലാം ചെയ്യുന്നത് ഇംഗ്ലീഷിലാണ്. സോ ഓട്ടോമാറ്റിക്കലി ഈ പിള്ളേർ ഇംഗ്ലീഷ് ആയിരിക്കുമല്ലോ കൂടുതൽ സംസാരിക്കുന്നത്. അവർ വീട്ടിലെ ആൾക്കാരോട് മലയാളത്തിലായിരിക്കും സംസാരിക്കുക, കറക്റ്റ്. പക്ഷെ അവര് സംസാരിക്കുമ്പോൾ
അവരുടെ ഭാഷയിൽ ഇംഗ്ലീഷ് കടന്നു വരുന്നത് ഒരു തെറ്റാണെങ്കിൽ നമ്മൾ അവരെയാണോ കുറ്റപ്പെടുത്തേണ്ടത് അതോ ഈ സിസ്റ്റത്തിനെയാണോ കുറ്റപ്പെടുത്തേണ്ടത്? അതാണ് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം. സോ അത് പറയുമ്പോൾ ഞാൻ ഫസ്റ്റ് വേറൊരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം, വിച്ച് ഇസ് കോൾഡ് കോഡ് സ്വിച്ച്. നിങ്ങൾ കോഡ് സ്വിച്ചിങ് എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടോ? അതായത് ഒരേ കോൺവെർസേഷനിൽ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഭാഷ എങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നമ്മൾ ഒരു ലൈൻ ചിലപ്പോൾ ഇംഗ്ലീഷിൽ പറയും, അടുത്ത ലൈൻ മലയാളത്തിൽ പറയും. മലയാളം ഇംഗ്ലീഷാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ. അല്ലെങ്കിൽ ഒരേ സെന്റൻസിൽ തന്നെ കുറച്ച് ഭാഗങ്ങൾ മലയാളത്തിലും കുറച്ച് ഭാഗങ്ങൾ ഇംഗ്ലീഷിലും പറയും. ഇതിനാണ് കോഡ് സ്വിച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു റാൻഡമായ മിക്സിംഗ് അല്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ പറയുക, ആക്ച്വലി ക്ലൈമറ്റ് ചേഞ്ചിന്റെ മെയിൻ ഇഷ്യൂ കാർബൺ എമിഷൻസ് അല്ല, ഓവറോൾ എനർജി ഇംബാലൻസ് ആണ് എന്ന് ഞാൻ പറയുമ്പോൾ അത് മലയാളമാണ്, ആ ഗ്രാമർ മലയാളമാണ്. ക്ലൈമറ്റ് ചേഞ്ചിന്റെ എന്നൊക്കെ പറയുമ്പോൾ അത് മലയാളമാണ്. പക്ഷെ ഈ വേർഡ്സ് ഒക്കെ ഇംഗ്ലീഷാണ്. കാരണം ഇതിന്റെ വേർഡ്സ് ഇംഗ്ലീഷിലാണ് നമ്മൾ കൂടുതൽ കേൾക്കുന്നത്. ക്ലൈമറ്റ് ചേഞ്ചിന്റെ മലയാളം എന്താ? കാലാവസ്ഥ വ്യതിയാനം. ഈ കാലാവസ്ഥ വ്യതിയാനം എന്നുള്ള വാക്ക് എത്ര പേർക്കറിയാം? എത്ര പേരാണ് ഇത് കേട്ട് പഠിക്കുന്നത്? അല്ലെങ്കിൽ അവർ സ്കൂളിൽ പഠിക്കുമ്പോൾ പോലും അവർ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. കാർബൺ എമിഷൻ, ഓക്കെ, എമിഷന് നമുക്ക് വേണമെങ്കിൽ ഉദ്വമനം എന്നൊക്കെ പറയാം. കാർബൺ ഒരു മലയാളം ഉണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല പറയുന്നത്. അപ്പൊ നമ്മൾ കാർബൺ എമിഷന് കാർബൺ ഉദ്വമനം എന്നായിരിക്കും പറയുന്നത്, അല്ലെ? അപ്പോ എനർജി ഇംബാലൻസിന് ഊർജ അസന്തുലിതാവസ്ഥ, ഇങ്ങനെയൊക്കെയാണോ? ഇങ്ങനെ ആരാണ് സംസാരിക്കുന്നത്? അപ്പൊ നമ്മള് കോഡ് സ്വിച്ചിങ് വളരെ കോമൺ ആണ്. അതായത് ബൈലിംഗ്വൽ. ഞാൻ ജെന്യുവൻലി പറയും, ഈ ഇംഗ്ലീഷ് മാത്രം പഠിച്ചു വളരുന്ന ഈ പിള്ളേര് ഇവര് ബൈലിംഗ്വൽ ആണ്. ഇവരുടെ മാതൃഭാഷ മലയാളമാണെങ്കിലും ഇവർ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ ഇംഗ്ലീഷിലാണ്. അപ്പോൾ അവർ മലയാളം സംസാരിക്കുമ്പോൾ ഇതിങ്ങോട്ട് കയറി വരുന്നതിൽ കാരണം അവർ ചിന്തിക്കുന്നതും പഠിക്കുന്നതും ഓരോ കോംപ്ലക്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇംഗ്ലീഷിൽ. അപ്പൊ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ മലയാളം കയറി വരണം എന്നില്ല. പക്ഷെ നേരെ തിരിച്ച് അവർ വീട്ടിൽ സംസാരിക്കുന്ന ഭാഷ, അവരുടെ മേ ബി അവർക്ക് കസിൻസിനോട് സംസാരിക്കുന്ന ഗ്രാൻഡ് പാരൻസ് സംസാരിക്കുന്ന ഭാഷ, അതാണ് മലയാളം. അപ്പൊ അതില് അവരുടെ വളരെ കുറച്ചാണ് അവരതിൽ സംസാരിക്കുന്നത്. അപ്പം കുറെ വേർഡ്സ് അവർ മലയാളത്തിൽ യൂസ് ചെയ്യുന്നുമില്ല, അവർക്ക് അറിയത്ത പോലുമില്ല. അപ്പൊ അതിൽ ഇംഗ്ലീഷിൽ കയറി വരുന്നതിൽ എനിക്കൊരു വലിയ കുറ്റം ആ കുട്ടികളെ കുറ്റപ്പെടുത്തണമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ സിസ്റ്റത്തിനെയാണ് കുറ്റപ്പെടുത്തണ്ടേ. നമ്മൾ സിസ്റ്റത്തിനെയാണ് കുറ്റപ്പെടുത്തണ്ടേ. നമ്മൾ ആലോചിക്കണം, നമ്മുടെ നാട്ടില് ഹയർ എഡ്യൂക്കേഷൻ എല്ലാം ഇംഗ്ലീഷിലല്ലേ? ഏത് കോളേജിലാണ്? ഇപ്പം എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവര് ഈ 10ാം ക്ലാസ് കഴിഞ്ഞ് കോളേജിൽ ചെല്ലുമ്പോൾ അവരെ എല്ലാം പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷിലാണ്. അതായത് ഒരു മലയാളം സംസാരിക്കുന്ന നാട്ടില് എന്തുകൊണ്ട് കുറച്ചും കൂടെ മലയാളത്തിലും പഠിപ്പിച്ചുകൂടാ? ഇപ്പം വേറെ ഭാഷകൾ നമ്മൾ എടുക്കുമ്പോൾ, ഇപ്പം റഷ്യൻ എടുക്കുക, അല്ലെങ്കിൽ ചൈനീസ് എടുക്കുക, അല്ലെങ്കിൽ ജർമ്മൻ എടുക്കുക, ഈ സയൻസും അതായത് എഞ്ചിനീയറിങ്ങും മെഡിസിനും ഇതൊക്കെ അവരുടെ ഭാഷയിലും പഠിക്കും. നമ്മൾ മാത്രം എന്തുകൊണ്ട് ഇതെല്ലാം ഇംഗ്ലീഷിൽ പഠിക്കുന്നു എന്നുകൂടി നമ്മൾ ആലോചിക്കണ്ടേ? നമ്മൾ നമ്മുടെ പിള്ളേരെ അങ്ങനെയാണല്ലോ വിടുന്നത്. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേർക്കാനാണല്ലോ നമ്മൾ പിള്ളേരെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേർക്കുന്ന ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണത്. അവരുടെ നല്ല ഭാവിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം ഈ ഭാവി ഇവർ 15 വർഷം കഴിഞ്ഞ് ഇവർ ഇതിൽ നിന്ന് ഇറങ്ങുമ്പം ഇവർ ഇംഗ്ലീഷ് മാത്രം പറയുവാണെങ്കിൽ അത് എന്നിട്ട് അവരെ കുറ്റം പറയേണ്ട കാര്യമില്ല. ബട്ട് ദാറ്റ് ബീങ് സെഡ്, ഇംഗ്ലീഷിന് ഒരു വളരെ അധികം ഒരു സിംബോളിക് വാല്യൂ ഉണ്ട്. ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാവുന്ന കുറെ ആൾക്കാർ ഇംഗ്ലീഷ് സംസാരിക്കത്തില്ല. ജസ്റ്റ് ആലോചിച്ച് നോക്കൂ, ഒരു അമ്മയും മോളും അല്ലെങ്കിൽ ഒരു അച്ഛനും മോനും ഒരു സ്ഥലത്ത് നിൽക്കുക. ഇവരൊരു സ്ഥലത്ത് നിൽക്കുമ്പോൾ അവർക്ക് വേറെ കുറച്ച് ആൾക്കാരെ അവരവിടെ ഇഷ്ടപ്പെടുന്നില്ല. അവർക്ക് മനസ്സിലാവാതെ ഇവർക്ക് എന്തെങ്കിലും സംസാരിക്കണം. അപ്പൊ അവർ പെട്ടെന്ന് ഇംഗ്ലീഷിൽ എന്തെങ്കിലും പറയും. അപ്പൊ നമ്മൾ കുറച്ച് എന്തോ വലിയ ആൾക്കാരാണെന്ന് കുറെ ആൾക്കാർ വിചാരിക്കുന്ന ഇംഗ്ലീഷ് പറഞ്ഞിട്ടാണ്, അതെനിക്ക് മനസ്സിലാവും. പക്ഷേ നമ്മൾ ഇത്രയും നാളെ ഈ പിള്ളേരെ ഇംഗ്ലീഷ് പഠിപ്പിച്ച് വേറെ ഒരു മാത്സിന്റെ ബേസിക് കാര്യം അവർക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റുമോ? കൂട്ടുക കുറയ്ക്കുക എന്നല്ലാതെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് എന്താ മലയാളം? ഡിവൈഡ് ചെയ്യുന്നതിന് എന്താ മലയാളം എന്ന് പിള്ളേർക്ക് ഇന്ന് പറയാൻ പറ്റുമോ? അപ്പം ഇവർക്ക് ഇതൊന്നും മലയാളത്തിൽ അറിയാതെ പെട്ടെന്ന് അവർ ഇംഗ്ലീഷ് പറയുമ്പോൾ ഇവരെന്താ ഇംഗ്ലീഷ് മാത്രം പറയുന്നേ എന്ന് ചോദിക്കുന്നതിൽ എനിക്ക് വളരെയധികം ഐ ഡോണ്ട് തിങ്ക് വി ആർ ഇൻ എ പൊസിഷൻ ടു ആസ്ക് സച്ച് എ ക്വസ്റ്റ്യൻ. കാരണം നമ്മൾ അവരെ മലയാളം പഠിപ്പിക്കുന്നില്ല. അങ്ങനെ വീട്ടിൽ മാത്രം സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എത്ര പേരൻസ് വീട്ടിലിരുന്ന് നമ്മുടെ
ഹിസ്റ്ററിയെ പറ്റിയും വലിയ പൊളിറ്റിക്സിനെ പറ്റിയും പിള്ളേരോട് മലയാളത്തിൽ സംസാരിക്കും. ദാറ്റ് അവർക്ക് അതും നന്നായിട്ട് മനസ്സിലാവും. നമ്മൾ വീട്ടിലെ കാര്യങ്ങളല്ലേ പറയുന്നത്, അത് അവർക്ക് മലയാളത്തിൽ നന്നായിട്ട് സംസാരിക്കാൻ അറിയാം. വലിയ വലിയ കോൺസെപ്റ്റ്സും വലിയ വലിയ കാര്യങ്ങളൊക്കെ അവർ ഇംഗ്ലീഷിലാണല്ലോ കേൾക്കുന്നത്. അപ്പോൾ വെളിയിൽ പോകുമ്പോൾ അവർ ഇംഗ്ലീഷ് പറയുന്നതിൽ എനിക്കൊരു കുറ്റം കാണാൻ പറ്റുന്നില്ല, റൈറ്റ്? സോ അപ്പം ഞാൻ പറഞ്ഞു തന്നത്, ഈ ബൈലിംഗ്വൽ സംസാരത്തെ പറ്റി അറിയാത്ത ആൾക്കാർക്ക് ഈ കയറി ഇറങ്ങുന്നത്, അതായത് ഈ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷ്, ഇംഗ്ലീഷിൽ നിന്ന് മലയാളം കയറി ഇറങ്ങുമ്പോൾ കുറച്ച് അഹങ്കാരികളാണോ എന്ന് നമുക്ക് തോന്നിപ്പോവും. ഞാൻ ഒരു നല്ല മനസ്സോട് ചിന്തിക്കുന്ന ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്, നല്ല മനസ്സോടെ സംസാരിക്കുന്ന ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. അല്ലാതെ ഞങ്ങൾ എന്തോ ആണെന്ന് കാണിക്കാൻ വേണ്ടി വല്ലവരുടെയും മുമ്പിൽ വെച്ച് ഇംഗ്ലീഷിൽ സംസാരിക്കുന്നവരെ പറ്റിയല്ല പറയുന്നത്. അപ്പൊ അവർക്ക് ഈ കയറി ഇറങ്ങി സംസാരിക്കുന്നത് ഇസ് ബിക്കോസ് കുറെ കാര്യങ്ങൾ അവരുടെ തലയിൽ സ്റ്റോർഡ് ആയിരിക്കുന്നത് വേറൊരു ഭാഷയിലാണ്. ഈ നോർത്തിൽ നിന്നൊക്കെ നാട്ടിൽ വരുന്ന മലയാളികളെ പറ്റി അവർ സംസാരിക്കുന്ന കേട്ടിട്ടുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ഹിന്ദി വാക്കുകൾ കയറി വരും, ഇടയ്ക്കിടയ്ക്ക് ഹിന്ദി വാക്കുകൾ കയറി വരും. നമുക്കത് കേൾക്കുമ്പോൾ കോമഡി പോലെ തോന്നും, പക്ഷെ അവർക്ക് ആ വേർഡ്സ് ഒക്കെ സ്റ്റോർഡ് ആയിരിക്കുന്നത് ഹിന്ദിയിലാണ്, അല്ലേ? അപ്പോൾ അത് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ഇംഗ്ലീഷിനൊരു ഒത്തിരി സിംബോളിക് വാല്യൂ ഉണ്ട്. ആൻഡ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് എൻവയൺമെന്റ് ഇസ് സീൻ ആസ് എ സൈൻ ഓഫ് ക്വാളിറ്റി. അതായത് ഈ സ്കൂളിൽ ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കത്തുള്ളൂ കുട്ടികൾ എന്ന് പറയുമ്പോൾ അതെന്തോ വലിയ സംഭവം പോലാണ് കേൾക്കുന്നത്. ആൻഡ് അതിൽ നമുക്ക് ആർക്കും കുറ്റം പറയാനും പറ്റത്തില്ല. ഇമാജിൻ വേറൊരു ഭാഷ, കന്നഡ. നമ്മുടെ നാട്ടിലെ ഒരു സ്കൂളിൽ കന്നഡയാണ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ, എല്ലാവരും കന്നഡയിലാണ് സംസാരിക്കുന്നത്. ആൻഡ് അവിടെ നിന്ന് ഇറങ്ങിയ കുട്ടികൾ കന്നഡ മാത്രം മിണ്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർ അഡ്വർടൈസ് ചെയ്യുകയാണെങ്കിൽ ആര് പോയി ചേർക്കും അവരെ? ബിക്കോസ് ഇംഗ്ലീഷ് ആണല്ലോ ഇന്ന് നമുക്ക് ഡോർസ് തുറന്നു തരുന്ന ഭാഷ. അവര് നാളെ ഒരു ഇന്റർവ്യൂവിൽ പോകുമ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റണം, അവർക്ക് ജോലിക്ക് വേറെ സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ, വേറെ രാജ്യങ്ങളിൽ പോകുമ്പോൾ അവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റണം, അല്ലേ? അപ്പോൾ ഇംഗ്ലീഷ് അത്രയും അത്യാവശ്യമാണ്. പക്ഷേ ദ പ്രശ്നം ഇസ്, നമ്മൾ ഇംഗ്ലീഷിനെ ഇന്റലിജൻസ് ആയിട്ടും സൊഫിസ്റ്റിക്കേഷൻ ആയിട്ടും ഒക്കെ നമ്മളങ്ങ് ഒരു അറിയാതെ നമ്മളങ്ങ് കൂട്ടിക്കുഴയ്ക്കുകയാണ്, അല്ലേ? സോ ഇതിനെയാണ് നമ്മൾ ലിംഗ്വിസ്റ്റിക് പ്രസ്റ്റീജ് അല്ലെങ്കിൽ ലാംഗ്വേജ് പ്രസ്റ്റീജ് എന്ന് പറയുന്നത്. അതായത് ഇംഗ്ലീഷിന് യാതൊരുവിധ സുപ്പീരിയോറിറ്റിയും ആ ഭാഷയിലില്ല. പക്ഷേ ആ ഭാഷ പഠിച്ചാൽ നമുക്ക് ഇത്രയും ഉപയോഗങ്ങളും ഇത്രയും ഓപ്പർച്യൂണിറ്റീസും ഇത്രയും മേഖലകളിൽ പോയി കുറെ കാര്യങ്ങൾ ചെയ്യാം. ഇതൊക്കെ കിട്ടുമ്പോൾ നമുക്ക് എന്ത് പറ്റും? നമുക്ക് കൂടുതൽ ശമ്പളം കിട്ടും, നല്ല ജോലി കിട്ടും. ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് ആ ഭാഷയിൽ നമ്മൾ സൊസൈറ്റി കൊടുക്കുന്ന ഒരു വാല്യൂ ഉണ്ട്, അല്ലെ? ഇപ്പൊ നിങ്ങൾ തലയണ മന്ത്രം സിനിമ കാണുവാണെങ്കിൽ അതിനകത്ത് ഒരു ദിവസം രാത്രി എണീച്ച് കാഞ്ചന ഭർത്താവ് സുകുമാരനോട് പറയും, നമുക്ക് നമ്മുടെ മോളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർക്കണം, എൻ്റെ അവസ്ഥ എൻ്റെ മോക്ക് വരരുത് എന്ന്. എന്താണ് കാഞ്ചനയുടെ അവസ്ഥ? ഇന്ന് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നില്ല, ചുറ്റുമുള്ളവരെല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കുന്നു, അല്ലേ? അപ്പോൾ ആ അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി കാഞ്ചനയ്ക്ക് തോന്നുക മോളെ ഇംഗ്ലീഷ് പഠിപ്പിച്ചേ പറ്റും, ഇംഗ്ലീഷ് മീഡിയത്തിൽ ഇനി മോള് മലയാളമേ പഠിക്കണ്ട എന്ന്. അപ്പോൾ ഇൻ എ വേ ഇതൊരു ക്ലാസ് സിഗ്നലിംഗ് ആണ്. ഇംഗ്ലീഷ് സംസാരിച്ചാൽ ഒരു അപ്പർ ക്ലാസ്, ഓക്കെ, അങ്ങനെ നമുക്ക് തോന്നാം, കറക്റ്റ്. അപ്പോൾ ചുറ്റുമുള്ള എല്ലാവർക്കും മലയാളം അറിയാം, ഇവർക്ക് മലയാളം അറിയാം, പക്ഷെ ഞാൻ മലയാളത്തിൽ സംസാരിക്കില്ല, ഞാൻ വേറൊരു ക്ലാസ്സിൽ നിന്നുള്ള ആളാണ് എന്ന് പറയുമ്പോൾ അപ്പം നമുക്ക് പറയാം അത് എന്തൊരു സ്വഭാവമാണ് എന്ന് നമുക്ക് അപ്പം പറയാം. പക്ഷേ അത് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഇതിന്റെ ബാക്കിയും പറയുന്നു, ദാറ്റ് നമ്മൾ പറയുമ്പോൾ നമ്മൾ കുറച്ച് കൂടിപ്പോകും. നമ്മൾ ആ ആൾക്കാരെ മാത്രം കുറ്റം പറയേണ്ട സ്ഥാനത്ത് നമ്മൾ ഈ പഠിച്ചിറങ്ങുന്ന എല്ലാ പിള്ളേരെയും പറയും ഇവർക്ക് എന്തൊരു അഹങ്കാരമാണ്, ഇവർക്ക് എന്താ മര്യാദയ്ക്ക് സംസാരിച്ചാൽ അറിഞ്ഞൂടെ. എസ്പെഷ്യലി നമ്മൾ ഇന്റർവ്യൂസ് കാണുമ്പോൾ, ഈ സിനിമ നടിമാരുടെ ഒക്കെ ഇന്റർവ്യൂസ് കാണുമ്പോൾ അതിൽ അവർ കുറേ ഇംഗ്ലീഷും മലയാളവും ഒക്കെ മിക്സ് ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ നമുക്കങ്ങ് പുച്ഛവും നമുക്കങ്ങ് ദേഷ്യവും, ഇവർക്കൊക്കെ എന്താണ്, ഇവർക്കൊന്നും നല്ല ഭാഷ അറിയില്ലേ എന്നൊക്കെ സംസാരിക്കും. പക്ഷെ ഐ ഡോണ്ട് തിങ്ക് വി ആർ ഇൻ എ പൊസിഷൻ ടു ഡു ദാറ്റ്. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇങ്ങനെ ആയിരിക്കുമ്പോൾ വി ആർ നോട്ട് ഇൻ എ പൊസിഷൻ ടു ഡു ദാറ്റ്, അല്ലേ? ഞാൻ പറഞ്ഞു വന്നത് കോഡ് സ്വിച്ചിങ് ഇസ് വെരി നോർമൽ. If we consider these children as bilingual, then code switching is very normal. അപ്പോൾ കോഡ് സ്വിച്ചിങ് മൾട്ടിപ്പിൾ രീതിയിൽ ഞാൻ സംസാരിക്കുന്ന ഒരു രീതിയുണ്ട്, ഇൻട്രാ സെന്റൻഷ്യൽ കോഡ് സ്വിച്ചിങ് എന്ന് പറയാം അതിന്. അതായത് ഒരു സെന്റൻസിൽ തന്നെ ഞാൻ ചിലപ്പോൾ ചില വാക്കുകൾ ഇംഗ്ലീഷിലും ചില വാക്കുകൾ മലയാളത്തിലും പറയും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് അസൈൻമെന്റ് ഉണ്ട്, നിങ്ങൾ അസൈൻമെന്റ് ഫ്രണ്ട്സിനോട് എങ്ങനെയായിരിക്കും അസൈൻമെന്റ് ടീച്ചറിന് കൊടുത്തോ എന്ന് ചോദിക്കുന്നത്, അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തോന്നല്ലേ ചോദിക്കുന്നത്. അതിനെന്താ മലയാളത്തിൽ ചോദിക്കാത്തത്? കാരണം നമ്മൾ യൂഷ്വലി അസൈൻമെന്റിന് ഒരു മലയാളം ഗൃഹപാഠം അറിയില്ല, അസൈൻമെന്റ് ഒരു മലയാളം കാണും,
പക്ഷെ ആ മലയാളത്തിലുള്ള വാക്കുകളെല്ലാം നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ സബ്മിറ്റിന് വേണമെങ്കിൽ സമർപ്പിച്ചോ എന്ന് വേണേൽ പറയാം. പക്ഷെ നമ്മൾ യൂഷ്വലി കേൾക്കുന്നതും ആൾക്കാർ പറയുന്നതും ഒക്കെ സബ്മിറ്റ് ചെയ്തോന്നാ. പിന്നെ വേറെ രീതിയിൽ ഇപ്പം ഞാൻ കേട്ടുള്ള വേറൊരു രീതിയാണ് വെച്ചോ എന്ന് പറയും. അസൈൻമെന്റ് വെച്ചോ എന്നും പറയാം. അത് മേ ബി ടേബിളിൽ വെക്കുന്നു അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഞാൻ പറഞ്ഞു തന്നത് ദാറ്റ് ഇസ് വൺ കൈൻഡ് ഓഫ് കോഡ് സ്വിച്ചിങ്. ഒരേ സെന്റൻസ് തന്നെ നമ്മൾ ലാംഗ്വേജ് മാറ്റും. വേറൊരു രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സെന്റൻസ് മൊത്തം ഒരു ഭാഷയിൽ, അടുത്ത സെന്റൻസ് വേറെ ഭാഷയിൽ. അതായത് നമ്മൾ ഇന്റർ സെന്റൻഷ്യൽ കോഡ് സ്വിച്ചിങ് എന്ന് പറയും. ഞാൻ ഒത്തിരി ക്ഷീണിച്ചു പോയി. ഐ എം ടേക്കിംഗ് ദി ഡേ ഓഫ്. ഓൾസോ വേറൊരു കാര്യമാണ് ടാഗ് സ്വിച്ചിങ്. ടാഗ് സ്വിച്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ടാഗ് ആഡ് ചെയ്യും. എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പം അല്ലേ എന്ന് ചോദിക്കും. അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണെങ്കിൽ ആക്ച്വലി, ബേസിക്കലി, അങ്ങനത്തെ കുറെ വാക്കുകൾ അവിടെ എവിടെയും ചേർക്കും. അപ്പൊ നമ്മളത് ഭാഷ മാറുമ്പോൾ അത് ടാഗ് സ്വിച്ചിങ് ആവും. സോ എന്തുകൊണ്ട് ആൾക്കാർ അത് ചെയ്യുന്നത്? ഇപ്പൊ എന്റെ ദ ഹോൾ വീഡിയോയുടെ പോയിന്റ് എല്ലാവരും ഇങ്ങനെ ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന അല്ലെങ്കിൽ മംഗ്ലീഷിൽ സംസാരിക്കുന്ന കുട്ടികളെ കളിയാക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ് അവരത് ചെയ്യുന്നത് ബിക്കോസ് അവർക്ക് അതിനുള്ള വാക്ക് ഇംഗ്ലീഷിലായിരിക്കും അറിയാവുന്ന ഒന്നാമത്തെ കാര്യം. അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ആദ്യം വരുന്നത് ഇംഗ്ലീഷിലെ വാക്കായിരിക്കും. അല്ലെങ്കിൽ ഇപ്പൊ അവരുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കുകയാണെങ്കിൽ അവരെവിടെ നിന്നാണ് അവരുടെ ഫ്രണ്ട്സിനെ കിട്ടിയത്? സ്കൂളിൽ ഏത് ഭാഷ സംസാരിക്കുന്നത്? ഇംഗ്ലീഷ്. അപ്പൊ അവരെല്ലാവരും ഇംഗ്ലീഷിലായിരിക്കും സംസാരിക്കുക. പിന്നെ നമ്മൾ പണ്ടേ പറഞ്ഞ കാര്യം, ഇവരെ ചിന്തിക്കുന്നത് ഇംഗ്ലീഷിലാണ്. അപ്പൊ ഒരു വലിയൊരു ക്വസ്റ്റൻ ചോദിക്കുകയാണെങ്കിൽ അവർ ചിന്തിച്ച് ആലോചിച്ച് പറയുവാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഇംഗ്ലീഷേ വരത്തുള്ളായിരിക്കും. അല്ലെങ്കിൽ അവരോട് ഇപ്പം എത്രയോ പേരുണ്ട്, അവരാകെ സംസാരിക്കുന്ന അവരുടെ ഫ്രണ്ട്സിന്റെ കൂടെ, ആ ഫ്രണ്ട്സിനോട് ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. അപ്പൊ അവർക്കൊരു ഹാബിറ്റാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നത്, അല്ലേ? അപ്പോ ഐ ഡോണ്ട് തിങ്ക്, എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല ദാറ്റ് കോഡ് സ്വിച്ച് ചെയ്യുന്നതുകൊണ്ട് ഒരു ആള് ബാഡ് മലയാളമാണ് സംസാരിക്കുന്നത്, മലയാളം മോശമാണ് എന്ന് എനിക്ക് പറയാൻ പറ്റും. എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ മലയാളം കഷ്ടപ്പെട്ട് മലയാളത്തിൽ നന്നായിട്ട് സംസാരിക്കാൻ നമ്മൾ ശ്രമിക്കുക, നമ്മുടെ കുട്ടികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാത്തടത്തോളം കാലം അവർ അവിടുന്ന് ഇവിടുന്ന് കേൾക്കുന്ന മലയാളം അവിടുന്ന് ഇവിടുന്ന് കേൾക്കുന്ന ഇംഗ്ലീഷും മിക്സ് ചെയ്ത് പറയുന്നതിൽ എനിക്കൊരു തെറ്റ് തോന്നുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ തീരുമാനിക്കണം നമ്മുടെ കുട്ടികളെ നമ്മൾ ഇങ്ങനെ പഠിപ്പിക്കുകയുള്ളൂ എന്ന്. അല്ലാതെ വല്ലവരുടെയും കുട്ടികളെ പറ്റി നമ്മൾ ഇത്രയും ക്രൂരമായിട്ട് സംസാരിക്കുന്ന കേൾക്കുമ്പോൾ, ക്രൂരം എന്ന് പറയുന്നത് ഇതൊക്കെ കേൾക്കുമ്പോഴാണ് ഇതിനെ പിടിച്ച് കിണച്ചിലിടണം തോന്നുന്നൊക്കെ പറയുമ്പം ഒന്ന് ആലോചിക്കും അവരെന്തുകൊണ്ട് അങ്ങനെ സംസാരിക്കുന്നതെന്ന്. പറഞ്ഞു, ഈ പ്രസ്റ്റീജ് ആൾക്കാരുണ്ട്, അതല്ലാതെ പൊതുവെ ഉള്ള ആൾക്കാർ, റൈറ്റ്? നമുക്ക് തോന്നുന്ന രീതിയിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് രീതിയിൽ സംസാരിക്കുമ്പോൾ ഭാഷ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആയി പോകും. പക്ഷെ എന്ന് വെച്ചിട്ട് ഒരു ഒരു ന്യൂസ് പേപ്പറിൽ ഒരു ആർട്ടിക്കിൾ എഴുതുമ്പം മലയാളത്തിലേ എഴുതാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ഒരു മലയാളം പ്രസംഗം വരുമ്പോൾ അത് മലയാളത്തിലേ പറയാൻ പറ്റത്തുള്ളൂ. അവിടുന്ന് ഇവിടുന്ന് ഓരോ ആക്ച്വലി ഒന്നും കയറ്റാൻ പറ്റത്തില്ല. പക്ഷെ എന്ന് വെച്ചിട്ട് അതിനെ മലയാളത്തിനെ അപമാനിക്കുന്ന പോലെയോ അല്ല. മലയാളം അവരുടെ മനസ്സിൽ ചിലപ്പോൾ മലയാളം വീട്ടിലുള്ളവരോട് സംസാരിക്കുന്നു, ഫാമിലി ആയിട്ട് കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരുമിച്ചിരിക്കുമ്പോൾ സംസാരിക്കുന്ന ഭാഷ അതൊക്കെ ആയിരിക്കും മലയാളം. ആൻഡ് എന്തെങ്കിലും സീരിയസ് ആയിട്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ ഒപ്പീനിയൻസ് ആണ് ഓരോരോ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഇംഗ്ലീഷിലേ സംസാരിക്കാൻ പറ്റത്തുള്ളായിരിക്കും, റൈറ്റ്? ആൻഡ് കേരളത്തിൽ ഇപ്പോൾ മാതാപിതാക്കൾ കുട്ടികളെ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് എത്ര പൈസ മുടക്കിയാണെങ്കിലും ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർക്കാനുള്ള ഒരു ടെൻഡൻസിയാണ് കാണുന്നത്. ആൻഡ് പിള്ളേർ കൊച്ചു കുട്ടികൾ ഇംഗ്ലീഷിൽ റൈം പറയുമ്പോഴോ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എന്തെങ്കിലും അവർ ഇംഗ്ലീഷ് സംസാരിച്ചു തുടങ്ങുമ്പോൾ എന്തൊരു സന്തോഷമാണ്. എല്ലാവരെയും പറഞ്ഞ് വീട്ടിൽ വരുന്നവരൊക്കെ പറഞ്ഞു കേൾപ്പിക്കും. അപ്പം ആ കാണുന്ന സന്തോഷം ആ കുട്ടികൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, ഞാൻ എന്തോ വലിയ കാര്യം ചെയ്തു പോലാണല്ലോ അവർ സംസാരിക്കുമ്പോൾ നമുക്കും തോന്നുന്നത്. എസ്പെഷ്യലി അതായത് പേരൻസ് ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ല, കുട്ടികളാണ് ആദ്യമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരാകുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷം, ഈ നഴ്സറി റൈം ഒക്കെ പാടുമ്പോൾ കിട്ടുന്ന സന്തോഷമൊക്കെ കാണുമ്പോൾ കുട്ടിക്ക് അതൊരു ഫീഡ്ബാക്ക് ആയിരിക്കുമല്ലോ. ഒരു ആസ് സച്ച് ഒരു ഫീഡ്ബാക്ക് ആ കുട്ടിക്ക് കിട്ടും. ഇതൊരു ഒരു വലിയ സ്കെയിലും ഇത് സക്സസ്. ഇംഗ്ലീഷ് പറയുന്ന ആൾക്കാർക്ക് ബെറ്റർ ജോലി കിട്ടുന്നു. അപ്പം നമ്മുടെ കുടുംബത്തിൽ ആരോ ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാൾക്ക് എവിടെ ഒരു ഇന്റർവ്യൂവിൽ പോയി നന്നായിട്ട് സംസാരിച്ച് ജോലി കിട്ടി. അപ്പൊ അതും ഒരു ഫീഡ്ബാക്ക് ലൂപ്പാണ്. ഇംഗ്ലീഷ് അറിയാമെങ്കിൽ നല്ല സ്കൂൾ, നല്ല കോളേജ്, ജോലി, നല്ല ശമ്പളം, സോഷ്യൽ മൊബിലിറ്റി. അപ്പൊ പിന്നെ ഇംഗ്ലീഷ്. നാട്ടിലും മൈഗ്രേഷൻ വളരെ കോമൺ ആണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ഗൾഫിലോട്ടും അമേരിക്കയിലോട്ടും UK-ലോട്ടും ഒക്കെ പോകുന്നത് ഇഷ്ടം പോലെ ആൾക്കാരാണ്. അപ്പൊ ഇവിടെ ഒക്കെ പോകുന്ന ആൾക്കാർക്ക് ഏതാണ് ആ ഒരു ഭാഷ സംസാരിച്ചാൽ കുറച്ചുകൂടെ നല്ല ചാൻസ് കിട്ടുന്നത്? ഇംഗ്ലീഷ്. അപ്പൊ നമുക്കൊരു ഇംഗ്ലീഷുമായിട്ട് നമുക്കിപ്പം കോളനൈസേഷനിൽ തുടങ്ങിയതാണെങ്കിലും
അത് കഴിഞ്ഞിട്ട് പോലും, അതായത് നമുക്ക് പറയാം ബ്രിട്ടീഷുകാർ വന്ന് നമ്മളെ ഭരിച്ചുകൊണ്ടാണ് ഇത് തുടങ്ങിയത്, പക്ഷെ അതുകൊണ്ടാണോ അത് കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ പിന്നെ ഇന്ന് ബ്രിട്ടീഷ് ഭരിച്ച എല്ലാ കോളനീസിലും ഇംഗ്ലീഷ് ആയിരിക്കണമല്ലോ. നമുക്കൊരു സ്പെഷ്യൽ, നമ്മളെന്ന് ഉദ്ദേശിച്ച കേരളം മാത്രമല്ല, ഇന്ത്യയിൽ ഒരു സ്പെഷ്യൽ ഇതുണ്ട്. അവർ വന്നിട്ട് പോയിട്ട് ഇംഗ്ലീഷോട് വെച്ചിട്ടല്ലേ പോയെ. നമ്മൾ എന്തുകൊണ്ട് ഇംഗ്ലീഷിനെ നമ്മളൊരു ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് കണ്ടിന്യൂ ചെയ്തു? നമ്മുടെ ഇപ്പം ഇന്ത്യയിൽ ഏത് സ്റ്റേറ്റിൽ പോയാലും ഇംഗ്ലീഷും അവിടുത്തെ ഒരു ഭാഷയും. അപ്പം നാട്ടിലാണെങ്കിൽ ഇംഗ്ലീഷും മലയാളവും, വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ ഇംഗ്ലീഷും ഹിന്ദി. അതായത് നോർത്തിൽ എവിടെയെങ്കിലും പോവാണെങ്കിൽ, കർണാടകയിലാണെങ്കിൽ ഇംഗ്ലീഷും കന്നഡയും. അപ്പം നമ്മൾ ഇംഗ്ലീഷ്, അവർ വന്നുകൊണ്ടാണ് ഇത് ഇവിടെ വന്നത്, പക്ഷെ അവർ പോയിട്ട് നമ്മളത് കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി. കാരണം ദർ ഇസ് ഓബ്വിയസ്ലി കുറെ ഓപ്പർച്യൂണിറ്റീസ് അസോസിയേറ്റഡ് വിത്ത് ദ ലാംഗ്വേജ്. അപ്പം ഞാൻ ഇത്രയേ ഉള്ളൂ പറയാൻ വന്നത്. ഇതൊരു ചെറിയ ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് എപ്പോഴും തോന്നുന്ന ഒരു കാര്യമാണ്, എസ്പെഷ്യലി ഈ ഓരോ ഇന്റർവ്യൂയുടെ കോമന്റ് സെക്ഷനിൽ കൂടെ പോകുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നുന്നു, എനിക്ക് പറയണം തോന്നിയ ഒരു കാര്യമാണ്, ഈ പിള്ളേരെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വിട്ട് നിങ്ങൾ പഠിപ്പിക്കേണ്ട. നിങ്ങളുടെ കുട്ടികൾ ഇങ്ങനെ സംസാരിക്കണമെങ്കിൽ നിങ്ങൾ പഠിപ്പിക്കേണ്ട, ഇല്ലെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേ വിടാവൂ. കാരണം ഒബ്വിയസ്ലി കുറെ ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പൊ പിന്നെ വീട്ടിൽ ഇരുന്ന് പഠിപ്പിക്കൂ. നമ്മുടെ നാടിന്റെ കാര്യവും നമ്മുടെ ഭാഷയും ഇതൊക്കെ ഇരുന്ന് പഠിപ്പിക്കൂ. ഇതൊന്നും പഠിപ്പിക്കാതെ വല്ലവരുടെയും കുട്ടികൾ എങ്ങനെയെങ്കിലും സംസാരിക്കുന്ന കാണുമ്പോൾ ഒരു എമ്പത്തിയും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ഇല്ലാതെ ഇത്ര ജഡ്ജ്മെന്റലായിട്ട് നമ്മൾ എന്തിനാ സംസാരിക്കുന്നത്? അവരെന്നിങ്ങനെ സംസാരിക്കുന്നത് അത് അവരുടെ ആ ഒരു രീതി വന്നുകൊണ്ടാണ്. ഇപ്പം ഈ വെളിയിലുള്ള പേരൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് അമേരിക്കയിലും ഗൾഫിലും ഒക്കെ വളരുന്ന കുട്ടികളെ സമ്മർ ഹോളിഡേയ്സിന്റെ സമയത്ത് അവരെ ഇരുത്തി പഠിപ്പിക്കും മലയാളം. കാരണം അവർക്ക് പേടിയാ, ഈ പിള്ളേർ മലയാളം പഠിച്ചില്ലേലോ എന്ന്. എഴുതാനും വായിക്കാനും സംസാരിക്കാനും ഒക്കെ ഇരുത്തി പഠിപ്പിക്കും. പക്ഷെ ആ ഒരു പേടി നമ്മുടെ നാട്ടിലുള്ള പേരൻസിനില്ല. കാരണം മലയാളിയല്ലേ, നമ്മളൊക്കെ മലയാളമാണല്ലോ സംസാരിക്കുന്നത്. എന്നിട്ട് ഈ പേരൻസ് തന്നെ ഈ പിള്ളേര് പറഞ്ഞ കേട്ടില്ലെങ്കിൽ വഴക്ക് പറയുന്നത് ഇംഗ്ലീഷിലായിരിക്കും. അപ്പം ഐ തിങ്ക് ഇത് പൊതുവെ എനിക്കുള്ളൊരു അഭിപ്രായമാണ്, നമ്മൾ എല്ലാവരെയും കുറ്റപ്പെടുത്തുന്നതിന് പകരം നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ അതിനെപ്പറ്റി എന്തെങ്കിലും ആലോചിക്കുക. അല്ലാതെ എല്ലാവരും കുറ്റപ്പെടുത്തി നമ്മൾ വലിയ ആൾക്കാരാവത്തില്ലല്ലോ. ആൻഡ് എസ്പെഷ്യലി ദിസ് ഇസ് അബൌട്ട് ഇംഗ്ലീഷ് മീഡിയം. നമ്മളൊരു 5 മലയാള സിനിമ കണ്ടാൽ നമുക്ക് ഈ ഇംഗ്ലീഷിനോടുള്ളൊരു താല്പര്യം കാണാം. അതായത് മഴ പെയ്യുന്നു മദ്ദളം കൊട്ടത്തിൽ മാധവൻ MA ധവാൻ ആയതും ഇംഗ്ലീഷ് മീഡിയം എന്ന് തന്നെ പേരുള്ള ഒരു സിനിമയുണ്ട്. പിന്നെ ഈ തലയണ മന്ത്രമാണെങ്കിലും പൊതുവെ അന്നുള്ള ഇപ്പം ശ്രീധരന്റെ ഒന്നാം തിരുമുറം എന്ന സിനിമയിൽ പുള്ളിക്കൊരു ഗ്രാജുവേറ്റ് ആയ ഭാര്യയെ വേണം, കാരണം മക്കൾ ഇംഗ്ലീഷ് സംസാരിക്കണം. അപ്പൊ നമുക്ക് പണ്ട് തൊട്ടേ ഉള്ളൊരു താല്പര്യമാണ്. ഞാൻ ഇന്ന് കുട്ടികൾ 15 വർഷം കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പോൾ നന്നായിട്ട് ഇംഗ്ലീഷ് പറയുന്നു, ഇല്ലെങ്കിൽ ഇംഗ്ലീഷും മലയാളവും കൂട്ടി കലർത്തി പറയുന്നതിൽ നമ്മളൊരു അയ്യേ ഇവരെന്താ ഇങ്ങനെ എന്ന് ചോദിക്കേണ്ട ഒരു കാര്യമില്ല. അല്ലെങ്കിൽ നമ്മൾ ഇത്രയും ഫോഴ്സ് ചെയ്യല്ലായിരുന്നു ആസ് എ സൊസൈറ്റി ഇവരിങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കണം എന്ന്. അത്രയേ ഉള്ളൂ. ഇതൊരു ഒപ്പീനിയൻ വീഡിയോ ആണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.